ഓം ശ്രീ സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം, എല്ലാവർക്കും നാദ് അസ്ട്രോളജിയിലേക്ക് ഹാർദവമായ സ്വാഗതം. എൻ്റെ പേര് ഹരീഷ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നെക്സ്റ്റ് ഒരു 1 ഇയർ, ഒരു 2025 2026, ഒരു 10 മുതൽ 12 മാസം വരെ നിങ്ങളുടെ പീരീഡ് എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് ആ വർഷം, ഒരു വർഷം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സമയം വളരെയധികം നല്ലതാണെങ്കിൽ അത് എങ്ങനെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും. അതേസമയം നിങ്ങൾക്ക് ചെറിയ ഒരു മോശം സമയമാണെങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് ചലഞ്ചസ് ഓവർകം ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രകാരം ആക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം കൃത്യമായി നോക്കാൻ പോകുന്നത്. ഈ അനാലിസിസ് ഞാൻ തരുന്നത് ക്ലിയർ ഇൻസൈറ്റ്സ് എല്ലാ രാശിക്കാർക്കും, ഓരോരോ രാശിക്കാർക്കും വിദ്യാഭ്യാസം, നിങ്ങളുടെ തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ആരോഗ്യം, വിവാഹം, കുട്ടികൾ, ഇത് എല്ലാം വെച്ചിട്ട് കൃത്യമായ ഒരു അനാലിസിസ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതെന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പീരീഡ് വളരെയധികം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ലക്ഷ്യം. പക്ഷേ എന്താണ് ഈ വർഷത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അതുകൂടെ നമ്മൾ നോക്കണമല്ലോ. ഈ വർഷം 4 ഗ്രഹങ്ങൾ, അതായത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള 4 ഗ്രഹങ്ങളാണ് സ്ഥാനമാറ്റം സംഭവിക്കുന്നത്. നമ്മുടെ 9 ഗ്രഹങ്ങൾ എടുക്കാം. 9 ഗ്രഹങ്ങളിൽ 4 ഗ്രഹങ്ങളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത് ഗുരു അല്ലെങ്കിൽ വ്യാഴം, ശനി, പിന്നെ രാഹു, കേതു. ഈ 4 നക്ഷത്രങ്ങളാണ്, 4 ഗ്രഹങ്ങളാണ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു വർഷത്തിലൊരിക്കൽ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് പോകും. അതായത് നമ്മൾ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഗുരു ഇരിക്കുന്ന ഒരു നക്ഷത്രക്കൂട്ടമുണ്ട്, ഒരു രാശി. ആ രാശിയിൽ നിന്ന് ചലിച്ച് വേറൊരു രാശിയിലേക്ക് പോകും. അതേപോലെ തന്നെ ശനി 2.5 വർഷത്തിലൊരിക്കൽ, രാഹു കേതു 18 മാസത്തിലൊരിക്കൽ. ഇങ്ങനെയാണ് അവരുടെ സ്ഥാനമാറ്റ സമയം. അപ്രോക്സിമേറ്റ്ലിയാണ്. ചില 17.5 ആയിരിക്കാം, 18.5 ആയിരിക്കാം രാഹു കേതുവിന്. അപ്പോൾ അപ്രോക്സിമേറ്റ് സമയമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സൂര്യനെ വലം വെച്ച് വരാൻ ഗുരു 12 രാശികൾ, അതായത് 12 രാശികളുണ്ടല്ലോ, ഓരോ രാശിയിലും ഓരോ വർഷമാണെങ്കിൽ 12 രാശിയിൽ ചുറ്റി വരാൻ 12 വർഷം എടുക്കും, അല്ലേ? അപ്പോൾ വ്യാഴം 12 വർഷത്തിലൊരിക്കലാണ് സൂര്യനെ ചുറ്റി വരുന്നത്. വ്യാഴവട്ടം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ ശനി നോക്കിക്കഴിഞ്ഞാൽ 30 വർഷം എടുക്കും. ഈ 2.5 വർഷം വെച്ചിട്ട് ഒരു രാശിയിൽ 30 വർഷം, 12 രാശിയിൽ. ഇപ്പോൾ അതേപോലെ രാഹു കേതു 1.5 വർഷം വെച്ചിട്ട് ഓരോ രാശിയിൽ നടക്കുമ്പോൾ 18 വർഷത്തിലൊരിക്കൽ രാഹു കേതു സൂര്യനെ വലം വെച്ച് വരും എന്നാണ് സങ്കല്പം, അല്ലേ? അപ്പോൾ ഈ ഓരോ രാശിക്കാർക്കും ഈ സ്ഥാനമാറ്റം, അതായത് ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ ശനി മാർച്ച് 29-ാം തീയതി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് സ്ഥാനമാറ്റമായി കഴിഞ്ഞു. നമ്മുടെ ഈ വ്യാഴം വളരെയധികം നന്മ കൊണ്ടുവരുന്ന വ്യാഴം 15 മെയ് എന്ന തീയതിക്ക് ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശിമാറ്റം സംഭവിക്കാൻ പോവുകയാണ്. രാഹു കേതു കുറച്ച് പ്രത്യേകതയുണ്ട്. അവർ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടേ മൂവ് ഉള്ളൂ. അതായത് ബാക്കി എല്ലാ ഗ്രഹങ്ങളും ചിങ്ങം, കന്നി, തുലാം അല്ലെങ്കിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നും മുന്നോട്ട് പോകുമ്പോൾ കേതുവും രാഹുവും മാത്രം കർക്കിടകം, മിഥുനം എന്ന രീതിയിൽ പുറകിലോട്ടായിരിക്കും സഞ്ചരിക്കുക. അപ്പോൾ രാഹു 19-ാം തീയതി മെയ് എന്ന തീയതിയിൽ മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും, കേതു അതേ ദിവസം തന്നെ കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും സ്ഥാനമാറ്റം സംഭവിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥാനമാറ്റം സംഭവിക്കുമ്പോൾ ഓരോ രാശിക്കാർക്കും അതിൻ്റെ ഫലങ്ങൾ എന്താണ് കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ. ഒരു 5-6 ഏരിയ എടുത്തിട്ട് അതെല്ലാവർക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളുടെ പക്കൽ എത്തിച്ചേരുകയുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സക്സസ്സിനും അതുപോലെ നിങ്ങളുടെ വളരെയധികം കൂടുതൽ വീഡിയോ ചെയ്യാനും പ്രചോദനമാവുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓരോ രാശിക്കാരുടെയും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
ഇടവം രാശി. ഇടവം രാശിയിൽ 3 നക്ഷത്രങ്ങളാണ് ഉള്ളത്. കാർത്തിക 2, 3, 4 പാദങ്ങൾ. 1-ാം പാദം മേടം രാശിയിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് 2, 3, 4 പാദങ്ങൾ കാർത്തികയുടെ ഇടവം രാശിയിലാണ്. രോഹിണി ആകെയുള്ള 4 പാദങ്ങളും എല്ലാ 4 പാദങ്ങളും ഇടവം രാശിയിൽ തന്നെയാണ്. മകേരത്തിന്റെ 1, 2 പാദങ്ങൾ ഇടവം രാശിയിൽ വരുന്നതാണ്. അപ്പോൾ 3 നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇടവം രാശിയിൽ 2025-26 എങ്ങനെയായിരിക്കും? ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾക്ക് വളരെയധികം നല്ല ഒരു സമയമാണ്. ഈ സമയം നിങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾക്ക് വരുന്ന ചേഞ്ചസ് വളരെയധികം നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 2.5 വർഷം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് 7ര ശനി ആരംഭമാവും. അതിനു മുമ്പേ ഉള്ള നല്ല കാലം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ശനി 11ാം ഭാവത്തിലേക്ക് വരികയാണ്. നമ്മൾ കണ്ടു, അതായത് ശനിയുടെ മാറ്റം മാർച്ച് 29ാം തീയതി കഴിഞ്ഞു. ശനി ഇപ്പോൾ മീനം രാശിയിലേക്ക് വരികയാണ്. ശനി മീനം രാശി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 11ാം രാശി, 11ാം ഭാവമാണ്. 11ാം ഭാവം എന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനത്തേക്ക് ഒരു ദോഷഗ്രഹം വരികയാണ്. അതായത് വളരെയധികം ചേഞ്ചസ്, നല്ല ചേഞ്ചസ്, അതായത് നിങ്ങൾക്ക് പണം, ലാഭം, തൊഴിൽ അഭിവൃദ്ധി, കുടുംബ അഭിവൃദ്ധി എല്ലാം വന്നു ചേരുകയാണ് നിങ്ങളുടെ ഈ സമയത്ത്. നിങ്ങളുടെ ഉദ്യോഗത്തിൽ എല്ലാവരും നിങ്ങളുടെ റെസ്പെക്റ്റ് ഇൻക്രീസ് ആവും, നിങ്ങളുടെ മതിപ്പ് ഇൻക്രീസ് ആവും. ഇതൊക്കെ ഈ സമയത്ത് വന്നു ചേരുകയാണ്. അതിൻ്റെ കൂടെ മെയ് മാസം 15ാം തീയതി ആകുമ്പോൾ ഗുരു അല്ലെങ്കിൽ വ്യാഴം നിങ്ങളുടെ 1ൽ നിന്ന് 2ാമത്തെ രാശിയിലെ 2ാമത്തെ ഭാവത്തിലേക്ക് മാറുകയാണ്. ഇടവത്തിലായിരുന്നു, നിങ്ങളുടെ സ്വക്ഷേത്രത്തിലായിരുന്നു. അവിടെ നിന്ന് മിഥുനത്തിലേക്ക് മാറുകയാണ് 2ാം ഭാവം. 2ാം ഭാവം എന്ന് പറഞ്ഞാൽ വാക്ക്, കുടുംബം, ധനം. ഈ സ്ഥാനത്തേക്ക് വരികയാണ് ഗുരു. അതായത് ഒരു പുണ്യകാരകൻ ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ പണവരവ്, അതായത് ധനം വലുതാവും. നിങ്ങളുടെ കുടുംബത്തിൽ സംതൃപ്തി വരും. നിങ്ങളുടെ വാക്കുകളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യും. ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമാണ്. അപ്പോൾ 2 നല്ല കാര്യങ്ങൾ, ശനി 11ലേക്കും ഗുരു 2ലേക്കും വന്നു കഴിഞ്ഞു. രാഹു കേതു മെയ് 19ാം തീയതിയാണ് സ്ഥാനമാറ്റം സംഭവിക്കുന്നത് നമ്മൾ കണ്ടു. രാഹു നിങ്ങളുടെ 10ാം സ്ഥാനത്തേക്ക് വരികയാണ്. 10ാം സ്ഥാനം എന്താണ്? ഉദ്യോഗം. ആ രാഹുവിനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം, രാഹുവിനെ പോലെ കൊടുക്കുന്നവനില്ല. ഉദ്യോഗസ്ഥാനത്തേക്ക് വരികയാണ്. ഉദ്യോഗസ്ഥാനത്തേക്ക് വരുമ്പോൾ ഗുരു, അതായത് 2ൽ ഗുരു തൻ്റെ ദൃഷ്ടി ആ 10ാം സ്ഥാനത്തേക്ക് വരികയാണ്. ഗുരു ദൃഷ്ടി വരുന്നിടത്ത് വളരെയധികം അഭിവൃദ്ധി ഉണ്ടാവും. കേതു 4ാമത്തെ സ്ഥാനത്തേക്ക് വരികയാണ്. ആ സ്ഥാനം മാത്രമാണ് നിങ്ങളൊന്ന് കെയർഫുൾ ആയിരിക്കേണ്ടത്. വീട്, വാഹനം, അമ്മയുടെ ആരോഗ്യം, ഇതൊക്കെയാണ് 4ാം സ്ഥാനം കുറിക്കുന്നത്. ആരോഗ്യം ശ്രദ്ധിക്കുക, അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. വീട്, വാഹനത്തിൽ പോകുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിരിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഉദ്യോഗത്തിൽ അഭിവൃദ്ധി, ധന അഭിവൃദ്ധി, നിങ്ങളുടെ ആരോഗ്യം ബെറ്റർ ആയിരിക്കും. നിങ്ങളുടെ ആരോഗ്യം ശനിയുടെ ദൃഷ്ടി മാറുന്നതോടെ ആരോഗ്യം ബെറ്റർ ആവും. നിങ്ങളുടെ ഗുരു ദൃഷ്ടി വരികയാണ് എവിടെയൊക്കെ? 6ലും 10ലും 8ലും. അതായത് 6ൽ ആരോഗ്യം മെച്ചപ്പെടാനുള്ള റീസൺ അവിടെ ഗുരുദൃഷ്ടി വരികയാണ്. ഉദ്യോഗം മെച്ചപ്പെടും. നിങ്ങളുടെ ആയുസ്, അതായത് ആയുസും പാർട്ട്ണർഷിപ്പും എല്ലാം അവിടെ അഭിവൃദ്ധിപ്പെടുകയാണ് ഈ സമയം. ഈ ഒരു വർഷം ഏപ്രിൽ 25 മുതൽ 26 വരെ നിങ്ങൾ വളരെയധികം നല്ല സമയം അനുഭവിക്കാൻ പോവുകയാണ്. എല്ലാം ക്യാപിറ്റലൈസ് ചെയ്യുക. ഉദ്യോഗത്തിൻ്റെ മാറ്റങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന മാറ്റങ്ങൾ എല്ലാം നല്ലതിന് വേണ്ടിയായിരിക്കും. എല്ലാം ആലോചിച്ച് കൈക്കൊള്ളുക. ഈ ഒരു വർഷം നിങ്ങൾ ക്യാപിറ്റലൈസ് കഴിഞ്ഞാൽ അടുത്ത വർഷം ഗുരു 3ലേക്ക് മറഞ്ഞു പോകും. അതിനു മുമ്പേ എല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് വയ്ക്കുക. ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് സക്സസ് വരുന്നതാണ്. ഈ സമയം കല്യാണം, കുട്ടികളുടെ പഠിത്തം, ഇതൊക്കെ നല്ല രീതിയിൽ വരാൻ നല്ല അധികം സാധ്യതയുണ്ട്. എന്തെങ്കിലും കല്യാണം നോക്കുകയാണെങ്കിൽ ഈ സമയത്ത് കൃത്യമായിട്ട് നോക്കുക. അതും ഇതാണ് നല്ലതിനാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷം നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ മാക്സിമം അഭിവൃദ്ധിപ്പെടാൻ പോവുകയാണ് ഈ സമയത്ത്. ഈ ചാനൽ കൊണ്ട് എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം വരുന്നതാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് കൺസൾട്ടേഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ, ആസ്ട്രോളജി കൺസൾട്ടേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെയുണ്ട്. അത് നിങ്ങൾ ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്താണ് ഡീറ്റെയിൽസ് വേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.